നമസ്കാരം. രാജാക്കാട് ഫെസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ? പേടിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ട്, നല്ല രസമുള്ള കാഴ്ചകളുണ്ട്, ഒരുപാട് കാഴ്ചകൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കവാടത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ആകാശഊഞ്ഞാലൊക്കെ പുറമേ കാണാൻ കേട്ടോ. അപ്പം നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാം. നിരവധി കാഴ്ചകൾ അതിനകത്തുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്നത് നിരവധി പക്ഷികളും പറവകളും ഒരുപാട് മറ്റ് നമ്മൾ കാണാത്ത ജീവികളും ഒക്കെ ഭംഗിയായിട്ട് കൂടിനകത്ത് തീറ്റ തിന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് കണ്ണിന് ഒരുക്കുന്നതുമായ കാഴ്ചകൾ കാണാം. വിവിധ ഇനം ഇത് കണ്ടില്ലേ, വിവിധ ഇനം കോഴികൾ, പൂവനുണ്ട്, പെടയുണ്ട്, കരിങ്കോഴിയുണ്ട്, നമ്മൾ കാണാത്ത കോഴികളുണ്ട്. എന്തെല്ലാം കോഴികളാണ്! ദാ പ്രാവുകളുടെ ഒരു ശേഖരം, ഒരുപാട് ഇനം പ്രാവുകൾ. ഇത് കണ്ട്, ഇതെല്ലാം പ്രാവുകളാണ്, ഓരോ ഇനം പ്രാവുകൾ. ദാ എന്തെല്ലാം സൈസ് പ്രാവുകളാണ്! തത്തകൾ, ഏതെല്ലാം ടൈപ്പ് തത്തകളാണെന്നറിയാമോ? എൻ്റെ ചുണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് കണ്ടില്ലേ, നമ്മളിവിടെ കാണാത്ത തരം തത്തകളും കിളികളും. വർണ്ണത്തത്തകൾ. ഇത് ചോദിച്ചായിരുന്നു എന്താണെന്ന്, ഞാനതങ്ങ് മറന്നുപോയി. ഇത് കണ്ടോ, ഏതോ ഒരു ജീവി, വെള്ളപ്പാമ്പ്, മലമ്പാമ്പ്. നിരുപദ്രവകാരിയാണെന്നാണ് തോന്നുന്നത്. അങ്ങേര് എടുത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതിൻ്റെ തലയൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഓന്തുപോലിരിക്കുന്നൊരു ജീവി. തത്ത, മഞ്ഞത്തത്ത, വിവിധ ഇനം സ്റ്റാളുകൾ. എന്ത് വേണം അതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചക്കര, പനഞ്ചക്കര, കരിപ്പെട്ടി എന്ന് പറയും. വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാങ്ങാം. പോപ്കോൺ തയ്യാറാക്കുന്ന സ്ഥലം. അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ്! നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക്. ഒരു തോണി ഇങ്ങനെ മന്ദം ഇങ്ങനെ ആളുകൾ ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഹൈ റേഞ്ചിൽ നിരവധിയായിട്ടുള്ള ജോലികളുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ജോലികളെല്ലാം ചെയ്ത് തീർത്ത് ഫ്രീ ആകുന്ന സമയമെന്ന് പറയുന്നത് വൈകിട്ടാണ്. അപ്പോൾ വൈകിട്ടാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുള്ളൂ. ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളും വൈകിട്ടാണ് എത്തിച്ചേർന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ദാ കുട്ടികൾ കയറിയിരിക്കുന്നു ബൈക്കിൻ്റെ മുകളിൽ, ഇങ്ങനെ വട്ടം കറങ്ങുകയാണിത്. ദാ ഇത് കണ്ടോ, ആളുകൾ കയറിയിരുന്ന് ദാ പോകുന്നത് കണ്ടോ? നമ്മുടെ തീവണ്ടിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു തരം വാഹനം. അകലെ കാണുന്നത് മരണക്കിണറിൽ നിന്നും ഒരു ഷോ കഴിഞ്ഞ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ആ കുട്ടികളുടെ വാഹനം ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ. കുട്ടികളുടെ രസം കണ്ടോ, എന്ത് രസമാണ്! ആ കുട്ടികൾ കാറിലിരുന്ന് സഞ്ചരിക്കുന്നു. ആകാശ ഊഞ്ഞാലിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ. സിനിമ കാണാം. ഇതൊന്നും നമ്മുടെ നാട്ടിലങ്ങനെ കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല. നമ്മൾ വെളിയിലേക്കൊക്കെ അകലേക്കൊക്കെ പോകുമ്പോൾ ഇവയെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ട് ആസ്വദിക്കാനുള്ള അവസരം നമുക്ക്
പ്രയോജനപ്പെടുത്തണം. കുട്ടികൾ സ്വയം തുഴയുന്ന തോണി ഇത് കണ്ടില്ലേ, ബോട്ട് മോഡലിൽ ഇടത്തു കൈയും വലത്തു കൈയും ഉപയോഗിച്ചിത് കറക്കാം. ഈ വീല് അങ്ങനെയാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, കുട്ടികൾ കറക്കുന്നത് കണ്ടോ. നമ്മുടെ തോണി വീണ്ടും വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. ദൂരേക്ക് മാറുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തോണി ഇങ്ങനെ കണ്ടോ, ഇടത്തോട്ടും വലത്തോട്ടുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന തോണി നിറയെ ആളുകൾ കയറും കേട്ടോ. നല്ല രസമാണ്. ഒരാകാശ ഊഞ്ഞാലിൻ്റെ അടുത്തുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ വളരെ ഭീതി ഉളവാക്കുന്ന ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം മുകളിലേക്ക് പോകുന്നത്. ആകാശ ഊഞ്ഞാലിൻ്റെ അടുത്ത് മരണക്കിണറുണ്ട്. ഈ മരണക്കിണറിൽ 2 മാരുതിക്കാരും 2 ബൈക്കുമാണ് ഇവിടെ അഭ്യാസം ചെയ്യുന്നത്. ഈ അഭ്യാസമെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായ ഒരു അഭ്യാസ പ്രകടനമാണ്. ഇത് കാണുന്നതിന് വേണ്ടി ഇതിനകത്ത് നിറച്ച ആൾ കയറും. ആളുകൾ മുഴുവൻ കയറിയതിന് ശേഷം ഈ ഷോ ആരംഭിക്കുകയുള്ളൂ. വരുന്നു പാമ്പ് പോലൊരു ഉണ്ടോ, പാമ്പ് പോകുന്നവർക്ക് തന്നെ നമ്മുടെ തീവണ്ടി പോകുന്നത് പോലെ തന്നെ ഇങ്ങനെ കയറ്റം കയറി പോകുന്നത് കണ്ടോ. മനോഹരമായ ഒരു തീവണ്ടി, നിറയെ ആളുകളുമുണ്ട്. നമ്മുടെ രാജാക്കാട് മഹാദേവ ക്ഷേത്രം, ഇവിടെ ഷോ ആരംഭിക്കാറായിട്ടുണ്ട്. ആളുകളിങ്ങനെ നിറച്ച് തന്നെ കയറിയിട്ടുണ്ട്. ആദ്യത്തെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ബൈക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് കയറുന്നു. ബൈക്ക് ഒറ്റ ബൈക്കിൻ്റെ പ്രകടനം ഇങ്ങനെ നടക്കുമ്പോൾ ഈ കൂടാരം മൊത്തം വിറയ്ക്കും. ഒരു കൂടാരമാണ്, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചൊരു കൂടാരം. തടിയുടെ മുകളിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ പ്രകടനം അവസാനിച്ചു. ഇനി അടുത്തതായിട്ട് 2 ബൈക്കുകൾ തുടർന്ന് 2 ബൈക്കുകൾ ചുവന്ന ഷർട്ടിൻ്റെ ആളും ഇപ്പോൾ തന്നെ അഭ്യാസ പ്രകടനത്തിന് വേണ്ടി തയ്യാറാവുകയും തുടങ്ങിക്കഴിഞ്ഞ് 2 ഒരുപാട് അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഭീതിപ്പെടുത്തുന്ന ഒരു അഭ്യാസ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. കാർ മാരുതി ഒരെണ്ണം മെല്ലെ കയറാൻ തുടങ്ങി. അടുത്ത മാരുതി തയ്യാറെടുക്കുന്നു. ഇപ്പോൾ ഒരു മാരുതിക്കാരും 2 ബൈക്കും, അടുത്ത മാരുതിയും കയറി. ഭയങ്കരമായൊരു കൂടാരം മൊത്തം വെട്ടി വിറയ്ക്കുകയാണ്. നമുക്ക് വീണു പോകുമെന്ന് സംശയമുണ്ട്. ഈ കൂടാരത്തിൻ്റെ നമ്മൾ പിടിച്ചിരുന്ന പിടിയെല്ലാം പോലെ വിറയ്ക്കുകയാണ് കൂടാരം. എത്ര ഭയങ്കരമായൊരു കാഴ്ച, എന്നാൽ എത്ര മനോഹരമായൊരു കാഴ്ച. ഈ അഭ്യാസ പ്രകടനം കാണാതെ പോയ ഭയങ്കരമായ ഇഷ്ടകാര്യം. നമ്മുടെ കൈവെട്ട് വെച്ചിരിക്കുന്ന ആ ഭാഗമെല്ലാം നിറയ്ക്കുന്നത് മാരുതിയുടെ പ്രകടനം നടക്കുന്നു. ബൈക്കിൻ്റെ പ്രകടനം നിർത്തിവെച്ചിരിക്കുന്നു. ഈ പ്രകടനം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു കണ്ടില്ലേ, നമ്മുടെ തോണി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.